പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറായ ബിസിനസ് സ്റ്റഡീസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ്. ചാപ്റ്റർ 5 കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വിവിധ തരത്തിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വർഷം അതിനുശേഷമുള്ള വർഷങ്ങളിലൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പുതിയ സിലബസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യ പാർട്ട് എടുക്കണമെങ്കിൽ, പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യ പാർട്ട് എടുക്കണമെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ചില ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ പലതും ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ളതാകാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആകാം, ട്രൂ ഓർ ഫാൾസ് ആകാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആകാം, വൺ വേർഡ് ആൻസർ ആകാം, ഇങ്ങനെ പല രീതിയിലാകാം. അപ്പൊ ഇത്തരം ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പൊ ആദ്യത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പരമാവധി എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. പിന്നുള്ള 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 5 മാർക്കിന്റെ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാവുന്ന ആദ്യത്തെ 20 മാർക്ക് പരമാവധി എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കും കൂടി റെഫർ ചെയ്യണം എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ ഗൈഡ് മാത്രം നോക്കിയാൽ മതി, പക്ഷേ ഗൈഡിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് പുതുതായി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് കോളം എ വിത്ത് ബി. എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യാനാണ്. ഇവിടെ മിനിമം നമ്പർ ഓഫ് മെമ്പർ എത്രയാണെന്നുള്ളതാണ്. ഒരു പബ്ലിക് കമ്പനി തന്നിട്ടുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നിട്ടുണ്ട്, പാർട്ണർഷിപ്പ് ഉണ്ട്, കോളം എ. ബിയിൽ അവരുടെ മിനിമം നമ്പർ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഉള്ളത് നമ്മൾ ചൂസ് ചെയ്ത് എഴുതണം എന്നുള്ളതാണ്. പബ്ലിക് കമ്പനിയാണ് മിനിമം വേണ്ടത് 7 ആണ്. അപ്പൊ ഇതിന്റെ നേരെ നമുക്ക് ആൻസർ 7 ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ മിനിമം 10 ആണ്. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ മിനിമം 2 ആണ്. അങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ എ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് കമൻസ് ചെയ്യുമ്പോൾ ഏത് ഫാക്ടേഴ്സ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഏത് ഘടകം ആവശ്യമില്ല? മെമ്മോറാണ്ടം ആണോ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണോ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണോ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് ആണോ? അതിന്റെ ആൻസർ കറക്റ്റ് ഡി ആണ്. കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് ഒരു ബിസിനസ് കമൻസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാതാണ്. മൂന്നാമത്തെ ചോദ്യമാണ്, രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആൾസോ കാൾഡ്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് പറയുന്നത് എന്താണ്? ഫോർമേഷൻ ആണോ, ഇൻകോർപ്പറേഷൻ ആണോ, എസ്റ്റാബ്ലിഷ്മെന്റ് ആണോ? ആൻസർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനിയാണ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഹു അസ്യൂംഡ് ടാസ്ക് ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷന്റെ ടാസ്ക് ചെയ്യുന്ന ആൾ ആരാണ്? ഓർഗനൈസർ ആണോ, പ്രൊമോട്ടർ ആണോ, ഇനീഷ്യേറ്റർ ആണോ, ബോർഡ് ഓഫ് ഡയറക്ടർ ആണോ? അതിൽ കറക്റ്റ് ആൻസർ പ്രൊമോട്ടർ ആണ്. പ്രൊമോഷന്റെ ടാസ്ക് ചെയ്യുന്ന ആളാണ് ആര്? പ്രൊമോട്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന വീഡിയോസിലുണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്കും ക്ലാസ്സുകൾക്കും നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യുക. NISന്റെ SSLC+2 അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനമുണ്ട്. ഗൾഫിലുള്ള മലയാളികൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാനും ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള മലയാളത്തിലുള്ള ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം നൽകുന്നുണ്ട്. ഇനി 2023 വരെ നമ്മൾ അഡ്മിഷൻ എടുത്തു. അവർ ഇനിയിപ്പോൾ പരീക്ഷ എഴുതുകയാണ് അല്ലെങ്കിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ അവർ പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്യണം. അവർക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഴയ മോഡൽ തന്നെയായിരുന്നു. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. 24 അതിനുശേഷമോ ഫ്രഷായി അഡ്മിഷൻ എടുത്തവർക്ക് മാത്രം
പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഫോളോ ചെയ്താൽ മതി. പുതിയ സിലബസ് പ്രകാരം 23 ചാപ്റ്ററാണ് മൊത്തം. അതിൽ നമ്മൾ 14 ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ മതി. അത് ഏതൊക്കെയെന്നുള്ള നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.